ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? ഒരുപാട് നാൾ കഴിഞ്ഞിട്ടുണ്ട് ഒരു വ്ളോഗ്. ഇത് ആക്ച്വലി കുറേ നാൾ മുമ്പ് എടുത്ത വീഡിയോ ആണ്. എൻ്റെ ഫോണിൽ ചുമ്മാ അങ്ങ് കിടക്കുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അപ്ലോഡ് ചെയ്യാമെന്ന്. ഇൻഷാ അള്ളാ ചെയ്യാമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്, പക്ഷേ സമയം കിട്ടാനായിട്ടാണ്. അപ്പോൾ ഇതാ കുറച്ച് ടിപ്സും കുറച്ച് ടൈം മാനേജ്മെൻറ്റ് ടിപ്സും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വ്ളോഗാണിത് കേട്ടോ. അപ്പം നമുക്ക് ആദ്യം അതിന് ആവശ്യമുള്ള സാധനങ്ങൾ എടുക്കാം. ബ്രേക്ക്ഫാസ്റ്റ് വ്ളോഗാണ് ആക്ച്വലി. അപ്പോൾ നമ്മൾ എല്ലാവർക്കും ഉള്ള കംപ്ലയിൻ്റ് ആണല്ലേ ഈ വെളുത്തുള്ളി തൊലിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ടഫായിട്ടുള്ളൊരു ജോബാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു ഹാഫ് ആൻ അവർ വെള്ളത്തിൽ ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് നമ്മുടെ പീൽ ചെയ്യുകയാണെങ്കിൽ എളുപ്പം ചെയ്യാൻ പറ്റും കേട്ടോ. എന്നിട്ട് ഈ വെളുത്തുള്ളിയേക്കല്ലേ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ജസ്റ്റ് മിക്സി ജാറിൽ അരച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് സമയം സേവ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതിന് മുട്ട റോസ്റ്റും പിന്നെ ബീഫ് റോസ്റ്റും പിന്നെ പത്തിരിയും എളുപ്പം ചെയ്യാൻ പറ്റുന്നതാണ്. പത്തിരിക്ക് കുഴയ്ക്കാതെ പരത്താതെ ചെയ്യുന്ന ഒരു ഇതാണ്. അപ്പം ഞാൻ അതിനായിട്ട് മുട്ട വേവിക്കാൻ വെച്ചു. ആദ്യം സവോളയൊക്കെ തൊലിക്കുന്ന മുമ്പ് തന്നെ മുട്ട വേവിക്കാൻ വെച്ചു. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തിട്ട് ചെയ്യുവാണെങ്കിലുണ്ടല്ലോ ഒരുപാട് സമയം നമുക്ക് സേവ് ചെയ്യാം കേട്ടോ. ആദ്യം നമ്മൾ ഇതൊക്കെ തൊലിച്ച് കഴിഞ്ഞിട്ടൊക്കെ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അപ്പോഴത്തേക്ക് പിന്നെ നമുക്ക് കറി ഉണ്ടാക്കാനായിട്ട് വരും. അപ്പം ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ട് ആദ്യം എന്താ ചെയ്യുന്നത് പ്ലാൻ ചെയ്തിട്ട് ചെയ്താൽ നല്ലതായിരിക്കും. അപ്പം ആ സമയം മുട്ട വേവുന്ന സമയം കൊണ്ട് നമ്മൾ സവോള എല്ലാം കട്ട് ചെയ്തിട്ട് ചെയ്യാം. ഈ പറഞ്ഞ മാതിരി ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നേരത്തെ നമ്മൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. പ്രത്യേകിച്ച് നോയമ്പിൻ്റെയൊക്കെ സമയത്ത് നോയമ്പിനുള്ള ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് സമയമൊക്കെ കുക്കിംഗ് ടൈമൊക്കെ സേവ് ചെയ്യാൻ പറ്റും. ബിക്കോസ് നോയമ്പിന് നമ്മൾ കൂടുതൽ ഇബാദത്തിലും അതിനൊക്കെ സമയം കിട്ടാതെ പോലുണ്ടല്ലേ ഈ കുക്കിങ്ങും സ്നാക്സൊക്കെ വരുമ്പോൾ. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് നേരത്തെ ചെയ്ത് വെച്ചാൽ വളരെ നല്ലതായിരുന്നു. പിന്നെ റോസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒത്തിരി സവോള വേണ്ടി വരുമല്ലോ. അപ്പോൾ അതിനായിട്ട് ഞാൻ 10 സവോള എടുത്തിട്ടുണ്ട്. ലൈക്ക് 6 നമ്പേഴ്സ് നമ്മുടെ എഗ് റോസ്റ്റിനും പിന്നെ ബാക്കി ബീഫ് റോസ്റ്റിനും. ബീഫ് റോസ്റ്റ് ഭയങ്കര ടേസ്റ്റി ഭയങ്കര എളുപ്പമായിട്ടുള്ള റെസിപ്പിയാണ്. എന്തായാലും ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒരിക്കലെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അതിന് സവോള ഒന്നും വഴറ്റുന്ന ആവശ്യമൊന്നുമില്ല, നമുക്ക് എല്ലാം കൂടി ഒരുമിച്ച് വെച്ച് വെക്കുന്നതാണ്. അപ്പോൾ ആദ്യം നമ്മൾ എഗ് റോസ്റ്റിനുള്ള കാര്യങ്ങൾ നോക്കാം. അതിനായിട്ട് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തു. അതിൽ കടുക് പിന്നെ ഉലുവ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ കരിവേപ്പില ഇതെല്ലാം ആദ്യം ഇട്ട് കൊടുക്കുക. അപ്പം നിങ്ങൾ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്യണം കേട്ടോ. എന്ന് വെച്ചാൽ സവോളയ്ക്ക് ഇടുന്ന മുമ്പ് തന്നെ ഇഞ്ചി വെളുത്തുള്ളിലേക്ക് ഇടണം, കരിവേപ്പിലേക്ക്. അപ്പം പ്രത്യേക ഒരു ടേസ്റ്റ് കൂടും കരിക്ക്. എനിക്കറിയാം മിക്ക ആൾക്കാരും കടുകിട്ട് കഴിഞ്ഞിട്ട് ഇതൊക്കെ ഇടുന്ന സവോള ഇടുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ആദ്യം ഇതൊന്ന് റോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ എണ്ണയിൽ ഇറങ്ങിയിട്ട് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അത് ഏത് കറിയാണെങ്കിലും കേട്ടോ, മുട്ട റോസ്റ്റ് അവിടെ നിന്നില്ല, ചിക്കനോ ബീഫ് കറിയോ ഏതിലും നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും നേരത്തെ ഇടുവാണെങ്കിൽ പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ പിന്നെ നമുക്ക് കട്ട് ചെയ്തിട്ടില്ല സവോള ഇതിലിട്ട് കൊടുക്കാം. ഒനിയന് എന്താ പറയുക അത്ര തിന്നല്ല, പക്ഷെ അത്യാവശ്യം ഒരു തിൻ സ്ലൈസ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് റോസ്റ്റാക്കി കിട്ടും. പിന്നെ കുറച്ചധികം എണ്ണ വേണ്ടി വരും കേട്ടോ ഇതിൽ. എന്താണെന്ന് വെച്ചാൽ എന്താ പറയുക എണ്ണ ഇല്ലാതെ മുട്ട റോസ്റ്റ് വലിയ സുഖമില്ല. അപ്പം ഡയറ്റിങ്ങിൽ ഉള്ള ആൾക്കാരാണെങ്കിൽ ഇത് നടക്കില്ല കേട്ടോ. അപ്പോൾ ഈ സവോളയൊക്കെ പെട്ടെന്ന് നമുക്ക് വയറ്റി കിട്ടാനായിട്ട് എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഇതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ വെള്ളം ഉണ്ടല്ലോ റിലീസാക്കിയിട്ട് അത് പെട്ടെന്ന് ആയി കിട്ടും. അപ്പം ഞാൻ പറയുന്നത് വെച്ചാൽ ഈ ഒരു സവോള വയറ്റാനായിട്ട് കുറച്ച് അധികം സമയം എടുക്കുമല്ലോ. അപ്പോൾ ഈ ഒരു ടൈം കൊണ്ട് നമുക്ക് ബീഫ് റോസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ പ്ലാൻ ചെയ്ത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ടൈം സേവ് ചെയ്യാൻ പറ്റും. കുക്കിങ്ങിന് ഒരുപാട് സമയം നമുക്ക് ലാഭിക്കാൻ പറ്റും. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഹലോ, എൻ്റെ പേര് ഫർസാനയാണ്. ഞാൻ ഇടയ്ക്ക് മോട്ടിവേഷണൽ വ്ളോഗ്സും പിന്നെ ഇതുമാതിരി കുക്കിംഗ് വ്ളോഗ്സൊക്കെ ചെയ്യലുണ്ടല്ലോ കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ആൻഡ് അപ്പോൾ നമുക്ക് ബീഫ് റോസ്റ്റ് ചെയ്യാം. സവോള വയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് ബീഫ് റോസ്റ്റ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ എല്ലോട് കൂടിയുള്ള അത്യാവശ്യം ഫാറ്റുള്ള ബീഫാണ് എടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ എല്ലാം കൂടി ഈ പാത്രത്തിൽ ഇട്ടിട്ട്, അതായത് കുക്കറിൽ ഇട്ടിട്ട് കുഴച്ചിട്ട് കുക്ക് ചെയ്യാൻ പോവാണ്. അതായത് ഞാൻ പറഞ്ഞു സവോള സെപ്പറേറ്റ് ചെയ്യുന്ന ആവശ്യമില്ല. ഇങ്ങനെ ചെയ്യുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ്. ആക്ച്വലി നല്ല ടേസ്റ്റാണ്. നമുക്ക് ബീഫ് ഫ്രൈക്കും ഇങ്ങനെ ചെയ്തിട്ട് ചെയ്യാം കേട്ടോ. ഏത് ബീഫ് കറി ആണെങ്കിലും പെട്ടെന്ന് ആക്കാൻ പറ്റും ഇങ്ങനെ ചെയ്യുന്നത്. ബിക്കോസ് ബീഫിന് മാത്രം കേട്ടോ, ചിക്കനിലെല്ലാം കൂടി ഇട്ട് വെച്ചാൽ ഈ സവോളയ്ക്ക് ഇങ്ങനെ വിട്ട് കിടക്കും. ബീഫ്
ബീഫ് വേവാൻ ഒത്തിരി സമയം എടുക്കുമല്ലോ. അപ്പോൾ ആ ഒരു ടൈം കൊണ്ട് നമുക്ക് സവോളയൊക്കെ വെന്ത് എല്ലാം ഒരു ഗ്രേവി രൂപത്തിൽ ആയി കിട്ടും. അപ്പോൾ അതിനായിട്ട് നമ്മൾ സവോള 4 എടുത്തു, 1 കിലോ ബീഫിനാണ് ഞാൻ പറയുന്നത്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ജസ്റ്റ് ഒന്നും പേസ്റ്റ് അല്ല, ഇത് ജസ്റ്റ് ഒന്ന് ക്രഷ്ഡ് എന്ന് പറയാം. പിന്നെ ക്രഷ്ഡ് മറ്റേ പെപ്പറല്ലേ അതെടുത്തു, അത് ഒരു 2-3 ടീസ്പൂണാണ്. എല്ലാം ടീസ്പൂണാണ് ഇതിലിടുന്നത്. പിന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, അതും 1 ടീസ്പൂൺ ഇട്ടു. പിന്നെ മുളക് പൊടിയല്ലേ, മുളക് പൊടി 3 ടീസ്പൂണ്. പിന്നെ വേറൊരു സംഭവം, എൻ്റെ സംസാരം ഉണ്ടല്ലോ, എൻ്റെ പണ്ടത്തെ വ്ളോഗ്സിൻ്റെ അടിയിലേക്ക് ഇടയ്ക്കൊക്കെ കമൻറ്റ് കാണാം, ഇവളെന്താ ഭയങ്കര ഷോ ഓഫ് ആണല്ലോ എന്നൊക്കെ. ഇങ്ങനെ ഒന്നും വിചാരിക്കല്ലേ, ഞാൻ ആക്ച്വലി ലക്ഷദ്വീപിൽ നിന്നാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സ്ലാങ് വ്യത്യാസം വരുന്നത് കേട്ടോ. അല്ലാണ്ട് എന്താ ആരും പറഞ്ഞിട്ടുണ്ടായിരിക്കും, ഇൻസ്റ്റയിൽ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു, നീ എന്തുവാ നീ വെളിയിൽ പോയി പഠിച്ചു എന്ന് വെച്ച് നീ ഇത്ര ഷോ ഓഫ് കാണിക്കുന്നേ എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെയൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ മല്ലിപ്പൊടി ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിപ്പൊടിയും ഒരു 2 ടീസ്പൂണ്, ബാക്കി മുളക് പൊടി 3 ടീസ്പൂൺ. അതെല്ലാം ഞാൻ ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്, നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാവും. പിന്നെ ഉപ്പ് അത്യാവശ്യം ആവശ്യത്തിന് ഉപ്പിട്ട്, പിന്നെ 1 ടീസ്പൂണ് വിനെഗർ. വിനെഗർ എന്തിനാണ് ഇടുന്നതെന്ന് വെച്ചാൽ നമ്മൾ മീറ്റ് കുറച്ച് ടെൻഡർ ആക്കിയിട്ട് കിട്ടും വിനെഗർ ഇടുമ്പോൾ. എന്നിട്ട് തക്കാളി, ഒരു മീഡിയം സൈസ് തക്കാളി ഇതിൽ ഇങ്ങനെ വലുതായിട്ടോ ചെറുതായിട്ടോ ചോപ്പ് ചെയ്തിട്ടാൽ മതി. ബിക്കോസ് ഇതൊന്നും കാണാൻ പോകുന്നില്ല, എല്ലാം ഒരു മിക്സായിട്ട് ഒരു തിക്ക് ഗ്രേവി രൂപത്തിൽ ആക്കി കിട്ടും. ഇത് സവോള അതൊന്നും സെപ്പറേറ്റ് കാണൂല കേട്ടോ കറിയിൽ. നമുക്ക് എന്നിട്ട് കരിവേപ്പില ഇട്ട് കൊടുക്കാം. കരിവേപ്പില എൻ്റെ കയ്യിൽ അധികം ഇല്ലായിരുന്നു, കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ചധികം കരിവേപ്പില ഇട്ടാൽ കുറച്ചുകൂടി ടേസ്റ്റ് ഇതിൽ കൂടും കേട്ടോ. പിന്നെ മറ്റേ പെരിഞ്ജീരകം ഇല്ലേ, വലിയ ജീരകമല്ലേ, ഫെനൽ സീഡ്സ്, അതും ഒരു 2 ടീസ്പൂണ് ഇതിൽ ഇടണം കേട്ടോ. അപ്പം അതിൽ ഈ ബീഫ് കറിയിലേക്ക്, അതായത് ബീഫ് കറിയിലേക്ക് വലിയ ജീരകം ഇടുമ്പോൾ ഉണ്ടല്ലോ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഞാൻ മനസ്സിലാക്കിയതെന്ന് വെച്ചാൽ കുക്കിംഗ് ചെയ്യുമ്പോൾ ഇങ്ങനെ ചെറിയ ജീരകം നോർത്ത് ഇന്ത്യൻ റെസിപ്പീസ്, വലിയ ജീരകം കേരള റെസിപ്പീസ്, അങ്ങനെയാണ് എല്ലാ ഡിഷസിലും ഞാൻ യൂസ് ചെയ്യല് കേട്ടോ. എന്നിട്ട് കോക്കനട്ട് ഓയിൽ അത്യാവശ്യം വേണം, കുറച്ച് അധികം കോക്കനട്ട് ഓയിൽ വേണം. ഇത് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിലിൽ ഉണ്ടാക്കാം, പക്ഷേ ബീഫ് റോസ്റ്റിനൊക്കെ കോക്കനട്ട് ഓയിലാണ് ടേസ്റ്റ് കേട്ടോ. അപ്പം മാക്സിമം പറ്റുമെങ്കിൽ കോക്കനട്ട് ഓയിൽ എടുക്കുക. എന്നിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ട് ഇങ്ങനെ ഇത് എന്താ പറയുക മിക്സ് ചെയ്യുക. നന്നായിട്ട് ആ ഒരു സവോളയ്ക്ക് എല്ലാം സെപ്പറേറ്റ് പീസസ് ആയിട്ട് വരുന്നവരെ ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 30 മിനിറ്റ്സ് മിനിമം വെക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. അഥവാ ടൈമില്ലെങ്കിൽ അപ്പോൾ കുക്ക് ചെയ്താലും കുഴപ്പമില്ല. 30 മിനിറ്റ്സ് to 1 hour ആണ് ഇതിന് നല്ല ഒരു അടിപൊളി ടേസ്റ്റായിട്ട് കിട്ടും കേട്ടോ. ആ ഒരു ബീഫിൻ്റെ ഉള്ളിൽ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് നല്ല ടേസ്റ്റായിട്ട് കിട്ടും. എന്നിട്ട് നമുക്കിത് അടച്ചു വയ്ക്കാം. എന്നിട്ട് ഒന്നുമില്ല, ഇത് ആക്ച്വലി ഇനിയിപ്പം ഈ റെസിപ്പിയിൽ കാണിക്കാനൊന്നുമില്ല, ആഡ് ചെയ്യാനൊന്നുമില്ല. ജസ്റ്റ് കുക്കറിൽ വെച്ചിട്ട് വേവിച്ചാൽ മതി. ഇത് ആക്ച്വലി ഒരു ഫസ്റ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു വിസിലടിക്കുക, എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10-12 മിനിറ്റ്സ് വെക്കുക. ഓരോ കുക്കർ പിന്നെ ബീഫിൻ്റെ വേവ് ഡിപ്പെൻഡ് ചെയ്യും കേട്ടോ. എന്തായാലും ഇതാണ് ഒരു ആവറേജിൽ വെക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ പത്തിരി, ഞാൻ ആക്ച്വലി ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചത് ഇതല്ലായിരുന്നു, പക്ഷേ ഞാൻ നോക്കിയപ്പോൾ തേങ്ങയില്ല. അപ്പം ഞാൻ ആക്സിഡൻ്റലി കണ്ടുപിടിച്ച ഒരു റെസിപ്പിയാണ്. ഞാൻ പൊന്നി റൈസാണ് ഇതിനകത്ത് കുതിർത്ത് വെച്ചിരിക്കുന്നത്, പച്ചരിയാണ് ശരിക്കും ചെയ്യുന്നത്. ഓക്കെ, അപ്പം പച്ചരി എടുത്തിട്ട് ജസ്റ്റ് ബ്ലെൻഡ് ചെയ്ത് എടുക്കുക. നല്ല ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് എടുത്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഒരു മുട്ട, ഓക്കെ, ഒരു മുട്ട എടുക്കുക. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ചൊരു നമ്മൾ ഈ മൈദ ദോശയുടെയൊക്കെ ഒരു കൺസിസ്റ്റൻസി അല്ലേ, അതിനേക്കാളും കുറച്ചുകൂടി തിന്ന്, സാധാരണ ദോശയുടെ കൺസിസ്റ്റൻസി അല്ല, കുറച്ചുകൂടി തിന്ന്, ആ ഒരു രീതിയിൽ വെച്ചിട്ട് പിന്നെ ഞാൻ പറഞ്ഞ അതിൽ ഒരു മുട്ട ഇതിൽ ഇട്ട് കൊടുക്കാം. അപ്പം എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് എന്താ പറയുക, മൈദ ദോശയൊക്കെ ഉണ്ടാക്കുന്ന മാതിരി ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ. പിന്നെ ഇച്ചിരി ഉപ്പും പിന്നെ ഓയിൽ ഇതിനകത്ത് ഇട്ട് കൊടുക്കണം കേട്ടോ. ഓയിൽ സൺഫ്ലവർ ഓയിലാണ് ഇടുന്നത്. കോക്കനട്ട് ഓയിൽ കുഴപ്പമില്ല, തേങ്ങ ശരിക്കും ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്, പക്ഷേ സൺഫ്ലവർ ഓയിൽ ഇടുക. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ചുട്ടെടുക്കുമ്പോൾ ഉണ്ടല്ലോ, ഇടയ്ക്ക് നോൺ സ്റ്റിക്ക് പാൻ ആണെങ്കിലും ഇങ്ങനെ ഒരു അടിയിൽ ഇങ്ങനെ പിടിക്കുമല്ലോ, ഓയിൽ ഇട്ട് കഴിഞ്ഞാൽ പിടിക്കാതെ നന്നായിട്ട് ഇങ്ങനെ ചുട്ട് നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ. അപ്പം അത് ശ്രദ്ധിക്കാം. അപ്പം അതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്, പത്തിരി. അത് ഞാൻ കാണിക്കാൻ പോകുന്നത് പത്തിരി, സ്പെഷ്യൽ പത്തിരിയാണ്, കുഴച്ചെടുക്കുന്ന ആവശ്യമില്ല. പത്തിരിയും എഗ് റോസ്റ്റും പിന്നെ ബീഫ് റോസ്റ്റും. ഈ പറഞ്ഞ മാതിരി
ഇതെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടൊന്നും അറിയില്ല, നമ്മുടെ സവോള വേവിക്കാനായിട്ട് മുട്ട റോസ്റ്റിനുള്ള അവിടെ സൈഡിൽ വെച്ചിട്ടുള്ളൂ. ആ ഒരു ടൈം കൊണ്ടാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത്. അപ്പം ഈ ഒരു മൂന്നാമത്തെ ടിപ്പാണ്. ഞാൻ നേരത്തെ ഇത് പറഞ്ഞായിരുന്നു ടൈം മാനേജ്മെൻറ്റ് എങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് സമയം ലാഭിക്കാം. അപ്പോൾ ഇതെല്ലാം ചെയ്തിട്ട് ലാസ്റ്റ് സവോളയ്ക്ക് വേവിക്കാനായിട്ട് നമ്മൾ വെക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? സവോള വേവിക്കുന്ന സമയം വെറുതെ അങ്ങ് വേസ്റ്റായി കിട്ടും. അപ്പം ആ ഒരു ടൈം കൊണ്ട് സവോളയുടെ കറക്റ്റ് ഒരു ഇത് ആയിട്ടുണ്ട്. ഈ ഒരു നിങ്ങൾക്ക് കണ്ടാൽ ഇച്ചിരി കറിഞ്ഞ മാതിരി തോന്നും, പക്ഷേ ഇതാണ് ശരിക്കും ഉള്ള ഒരു കൺസിസ്റ്റൻസി ശരിക്കുള്ള പരിവെന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെ ഒരു ബ്രൗൺ കളറായിട്ട് സവോള വന്നാലാണ് മുട്ട റോസ്റ്റിന് ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടുക കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യമുള്ള ഇതിനകത്ത് പൊടികൾ ഇട്ട് കൊടുക്കാം. ശരിക്കും മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടിയൊക്കെ വെച്ചിട്ട് ചെയ്യാം. പക്ഷേ ഞാൻ ഇതിൽ എഗ്ഗ് മസാല അല്ലേ നമ്മുടെ ഈസ്റ്റേൺ എഗ് മസാല, അത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ആവശ്യത്തിന് പച്ചമുളക്, നിങ്ങളുടെ എരിവിനനുസരിച്ചുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ 4 എണ്ണം ഇടുന്നുണ്ട്, 4 പച്ചമുളക് ഇടുന്നുണ്ട് കേട്ടോ. 6 സവോളയ്ക്ക് 4 പച്ചമുളക് ഇടുന്നുണ്ട്. പിന്നെ പറഞ്ഞ മാതിരി പൊടി ഇട്ട് കൊടുക്കുക അതിലേക്ക്. ഞാനൊരു ഷോട്ട് ശരിയും പറഞ്ഞാൽ മിസ്സായി പോയതാണ്. ഇതിൽ ആക്ച്വലി തക്കാളി ഇടണം കേട്ടോ. തക്കാളി ഇട്ടിട്ട് ആവശ്യത്തിന് നമുക്ക് എഗ് മസാല അല്ലേ, ഈസ്റ്റേൺ എഗ് മസാല ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ചോദിക്കുകയാണെങ്കിൽ ഈ ഒരു സ്പൂണല്ലേ, ചെറിയ ടീസ്പൂണിൻ്റെ സ്പൂൺ, ആ സ്പൂണ് നല്ലപോലെ ഇങ്ങനെ കോരിട്ട് ഒരു 5 സ്പൂണ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മസാല എല്ലാം ഇപ്പം ലോ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ. ഇതിപ്പോൾ നോൺ സ്റ്റിക്ക് പാനിലായതുകൊണ്ട് എനിക്ക് അടി പിടിക്കത്തില്ല. അല്ലാണ്ട് ഈ മുട്ട റോസ്റ്റൊക്കെ മറ്റേ ഇതിൽ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി അടി പിടിക്കാൻ ചാൻസ് സംഭവമാണിത്. അപ്പം ഇതിൽ പിന്നെ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, ഇതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടച്ചു വെച്ച് ഇതൊന്ന് സവോള ഫുള്ളി ഈ മസാലയിൽ ബ്ലെൻഡായി വരുന്നവരെ നമുക്ക് വേവിച്ചെടുക്കണം. അപ്പോൾ ആ ഒരു ടൈം കൊണ്ട് നമ്മുടെ മറ്റേ സ്റ്റൗവിൽ വെച്ചിട്ട് നമ്മുടെ ബീഫ് ആയി വന്നിട്ടുണ്ട്. എന്നിട്ട് ഇതും ഇപ്പം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല അത്യാവശ്യം ഹൈ ഫ്ലെയിമിട്ടാണ് ഞാനിത് ചെയ്തത്. ബീഫ് വെള്ളം ഒഴിച്ചുകൊണ്ട് അടി പിടിക്കത്തില്ല. പിന്നെ മോർ ദാൻ ദാറ്റ് നോൺ സ്റ്റിക്ക് ആണല്ലോ, അപ്പോൾ അടി പിടിച്ചില്ല. അപ്പം അത്യാവശ്യം ഇതും ആയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു പ്രോ ടിപ്പ്, ഈ ഒരു എഗ് റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ നെക്സ്റ്റ് ടൈം ഇത് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം കേട്ടോ. ഇത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വെച്ച മുട്ടയല്ലേ, അതിൻ്റെ യോക്ക്, ഒരു മുട്ടയുടെ യോക്ക് എടുക്കുക, മഞ്ഞ സാധനം അതെടുക്കുക. അത് വെള്ളം ഒഴിച്ചിട്ട് ഒരു ബൗളെടുത്തിട്ട് മുട്ടയുടെ യോക്കും വാട്ടറും പിന്നെ കുറച്ച് ഒരു 1/2 ടീസ്പൂൺ ആട്ടോ, ടേബിൾ സ്പൂൺ അല്ല, 1/2 ടീസ്പൂണ് എഗ് മസാല അല്ലേ, ഈസ്റ്റേൺ എഗ് മസാല, അത് മിക്സ് ചെയ്യുക. അഥവാ നിങ്ങൾ അതല്ല ഈ ഈസ്റ്റേൺ മസാല അല്ല യൂസ് ചെയ്യുന്നെങ്കിൽ കറിയിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് ഇതിൽ ഇട്ടാൽ മതി. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് കറിയിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അടിപൊളി ടേസ്റ്റാണ് ശരിക്കും. ആ ഒരു എഗ്ഗ്, സാധാരണ എഗ് മസാല ആകുമ്പോൾ മസാല മാത്രമല്ലേ ഇടുന്നത്, എഗ്ഗിൻ്റെ ഫ്ലേവർ കറിയിലേക്ക് ഇറങ്ങത്തില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പം കറി കുറച്ച് തിക്കനിങ് ആയി കിട്ടും. അതുകൂടാതെ നമുക്ക് എന്താ പറയുക, ഇതിൽ പ്രത്യേക ഒരു എഗ്ഗിൻ്റെ ഫ്ലേവർ കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ മുട്ട വേവിച്ച് വെച്ച മുട്ട ഇതിലേക്ക് കീറിട്ട്, അതായത് ലൈൻസ് ഇട്ടിട്ട് കീറിട്ട് ഇതിൽ ഇടാം. എന്നിട്ട് കുറച്ച് നേരം വേവിച്ചെടുക്കുക. അപ്പോഴത്തേക്ക് നമ്മുടെ ഇത് റെഡിയായിട്ടുണ്ട്. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മൾ ഇതിൽ കൊറിയാൻഡർ ലീവ്സ് മേലിൽ കുറച്ച് അധികം കൊറിയാൻഡർ ലീവ്സ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മുട്ട റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ അടിപൊളി മുട്ട റോസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്തിട്ട്, എത്ര പേര് കാണുമെന്നറിയില്ല ഇത്, എന്നാലും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് കാണുന്നവർ അഭിപ്രായം പറയാൻ മറക്കണ്ട. അപ്പം ഇനി നമുക്ക് പത്തിരി ഉണ്ടാക്കാം. എൻ്റെ സ്റ്റൈലിൽ പത്തിരി കേട്ടോ. ഇത് ഭയങ്കര ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. ഒരു ഒപ്പിച്ച് വെച്ച പത്തിരിയാണ്, പക്ഷേ അടിപൊളി ടേസ്റ്റാണ്. അപ്പം ഇത് ശ്രദ്ധിക്കുക, മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക കേട്ടോ. ഹൈ ഫ്ലെയിമിലും ഇല്ല, ലോ ഫ്ലെയിമിലും ഇല്ല, മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക. ഇതാ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് നമ്മുടെ മൈദദോശേനേക്കാളും കുറച്ചുകൂടി തിന്നായിട്ട് വരുന്ന കൺസിസ്റ്റൻസി, പക്ഷേ അതേസമയം നീർദോശേനേക്കാളും കുറച്ചുകൂടി തിക്ക്. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, മീഡിയം ഫ്ലെയിമിൽ വെക്കണം. എന്നിട്ട് നമുക്ക് ബാറ്ററി ഇതിലേക്ക് ഒഴിച്ചിട്ട് ഇങ്ങനെ ചുട്ടെടുക്കണം. ഇതുമാതിരി ഇങ്ങനെ ചുട്ടെടുക്കണം. അത് കണ്ടോ, നിങ്ങൾ ഹോൾസൊക്കെ വരുന്നുണ്ട്. എന്നിട്ട് അടച്ച് വയ്ക്കുക. ഒരു 20 സെക്കൻഡ്സ് മതിയാവും.
പെട്ടെന്നാവും. അത്യാവശ്യം തിന്നാണല്ലോ ബാറ്റർ, പെട്ടെന്നാവും. എന്നിട്ട് നമുക്ക് തിരിച്ച് ഇങ്ങനെ ഇടുന്ന ആവശ്യമില്ല. അപ്പോൾ അടച്ചു വെക്കുന്ന കൊണ്ട് പിന്നെ അത്യാവശ്യം തിന്നായിട്ടുള്ള ഒരു ബാറ്ററും കൂടി ആയതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. എന്താ ഇതുമാതിരി പെട്ടെന്ന് വെന്ത് കിട്ടും. ഇത് ശരിക്കും ഞാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ പാലട എങ്ങാനും പറഞ്ഞൊരു സംഭവമില്ലേ, ഈ തേങ്ങാപ്പാലും തേങ്ങയും പച്ചരിയും മുട്ടയും ഒക്കെ വെച്ചിട്ട് ചെയ്യുന്നൊരു സംഭവം, അതാണ് ഉദ്ദേശിച്ചത്. പക്ഷെ തേങ്ങ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ ആക്കിയെടുത്താണ്. അടിപൊളി ടേസ്റ്റാണ്. എന്താ പറയുക, നമുക്ക് പത്തിരിയുടെ ഒരു അതായത് റൈസിൻ്റെ ഒരു റോ ആയിട്ടുള്ള അതും തോന്നത്തില്ല. ഈ നമ്മുടെ നാടൻ ഫുഡ്, അതായത് ചിക്കൻ കറി, ബീഫ് കറിൻ്റെയൊക്കെ കൂടെ നന്നായിട്ട് ഇത് പോകും. അങ്ങനെ നമുക്ക് ബാറ്റർ തീരുന്നവരെ ഇങ്ങനെ എല്ലാം ചുട്ട് എടുത്തിട്ട് ചെയ്യാം.